ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പിൻ ലൈറ്റ് ഹൗസിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഗോശ്രീ പാലമാണ് പോണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ കുറച്ച് ഹൈ ഗൈസ്, നമ്മൾ ഒരു പാലം, ഈ ഒരു പാലം ഉണ്ണി നിൽക്കുന്നു. ഞാനിവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഗൈസ്, അമ്മ ഇവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ സീറ്റിൽ എണീറ്റിക്കുന്നു. ബാക്കിലാണ് കേട്ടോ ഞാൻ എണീറ്റിക്ക്. അപ്പം നമ്മൾ എത്താറായിട്ടില്ല. ഇനി 5 minutes എന്തുകൊണ്ട് 3.6 kilometer എത്ര ദൂരം എത്തണം. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് ലൈറ്റ് ഹൗസ്. കുറച്ചും കൂടെ വ്യൂ ക്ലിയർ ആയിട്ടുണ്ട്. കുട്ടികൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ സൺഡേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫോട്ടോഗ്രാഫിക്ക് 10 രൂപ കൊടുക്കണം. അഡൽട്ട് 20 രൂപ, ചിൽഡ്രൻ 10 രൂപ. അതേപോലെ ഫോട്ടോഗ്രാഫി ഉണ്ടെന്നുണ്ടെങ്കിലും 10 രൂപ കൊടുക്കണം. ഗൈസ്, നമ്മളെത്തി, നടന്നുകൊണ്ടിരിക്കുക. നമ്മളെത്തി ചെരുപ്പൂരി. ഉണ്ണി കയറുകയാണ് കേട്ടോ ലൈറ്റ് ഹൗസിലേക്ക്. ലിഫ്റ്റും ഉണ്ട്, സ്റ്റെയർസും ഉണ്ട് കേട്ടോ. അവിടെ ലിഫ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 രീതിയിലും കയറാൻ പറ്റും. ഞങ്ങളിപ്പോൾ എന്തായാലും ലിഫ്റ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ലിഫ്റ്റിലേക്ക് കയറാം കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കാൻ തേർഡ് ഫ്ലോർ എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് കാണിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു, സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞു. സോ വി ആർ ഗോയിങ് ടു റീച്ച് ഫൈനലി എത്തിട്ടോ. നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്ത് ലിഫ്റ്റ് ഇറങ്ങിയിട്ടും നമുക്ക് കുറച്ച് ക്ലൈംബ് ചെയ്യേണ്ടിയുണ്ട്. പക്ഷേ ഇവിടെ വിൻഡോയിലൊക്കെ ഇതില്ലേ. അങ്ങനെ നമുക്ക് വേഗം കയറാം. ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. കാരണം ഇവിടെ 1 മണി തൊട്ട് 2 മണി വരെ ഇവർക്ക് ലഞ്ച് ബ്രേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 12:30 കഴിഞ്ഞു. സോ അവർ പറയുന്നുണ്ട് നമ്മളോട് എത്രയും വേഗം തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ കയറി. വാവ്, ഈ ലൈറ്റ് ഹൗസാണ് കേരളത്തിലെ ഏറ്റവും ഹൈറ്റുള്ള ലൈറ്റ് ഹൗസ്. ഇത് സിറ്റി ഫുള്ള് കാണാൻ പറ്റും. എറണാകുളം ലൈക്ക് കൊച്ചി ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഹൗസാണ്. നമുക്ക് കടൽ കാണാം നേരെ ഓപ്പോസിറ്റ്. ദ ക്വീൻ ഓഫ് അറേബ്യൻ സീ കണ്ടോ.
ഗൗരി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട് കാണാൻ പറ്റുമോ എന്നുള്ളത്. അതൊന്നും കാണാൻ പറ്റില്ല, എന്നാലും പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് കൊച്ചിയുടെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് LNG ടെർമിനലാണ്, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടുന്ന്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അത്. വൺസ് നമ്മളത് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നല്ല വെയിലാണ്. നമ്മളെ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പോവാം. 1 o'clock താഴെ വരണം എന്ന് പറഞ്ഞു. എന്ത് ചൂടാ, കാലിപ്പുള്ളി അല്ലേ കാലിപ്പുള്ളി. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങണം. ലിഫ്റ്റ് മതി. കൊറേ ഉണ്ട്, വേണ്ട ലിഫ്റ്റ് തന്നെ പോവാം. ഇറങ്ങി സോ സ്റ്റെപ്പ് ഇറങ്ങണം. ഗൈസ്, അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ താഴേക്ക് പോകും. ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ലിഫ്റ്റിലാണ്. ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട്. ഞായറാഴ്ചയാണ്, പക്ഷെ ആളൊന്നും ഇല്ല. മുകളിലൊരു 2 ആൾക്കാരെ കണ്ടു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ ഒരു മരം ഉള്ളത് കാരണം, ഒരു മാവുള്ളത് കാരണം നല്ല തണലുണ്ട് കേട്ടോ. നട്ടുച്ചയാണെങ്കിലും രസമുണ്ട്. ചെറിയൊരു നടപ്പാതയുണ്ട് ഇതിൽ കൂടെ. നമുക്ക് വെറുതെ ഒരു ഗുറിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല നീറ്റാണ് ഇവിടെ. നമ്മുടെ കൊച്ചി ടൗണിൽ നിന്ന് ഒരു 17 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ വൈപ്പിൻ ഇവിടേക്ക് വരേണ്ടത്. ഈസിയാണ്, റൂട്ടും നല്ലതാണ്, വഴിയൊന്നും അത്ര മോശമുള്ള വഴിയൊന്നുമല്ല. ഗോശ്രീ പാലം കയറി വരുന്നൊരു റൂട്ടാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ കൗണ്ടറിൽ ബില്ലടിക്കാനൊരു ചേച്ചിരിക്കുന്നുണ്ട്. ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്നത്തേത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കൊച്ചിനെ നമുക്കൊന്ന് നന്നായിട്ട് കാണാമല്ലോ മുകളിൽ നിന്ന്. ഉണ്ണി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് സ്ലൈഡൊക്കെ പോകുന്നത്. നോക്കി കയറിട്ടോ ഉണ്ണി. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അവൻ വേറെ ഊഞ്ഞാലിലൊന്നും ഇരിക്കില്ല, അവനാകെ ഇതിൽ മാത്രമാണ് എപ്പോഴും ചെയ്യുന്നത്. ഗൗരി പിന്നെ ഒന്നിലും കയറില്ല, ആകെ കൂടി ഈ ഊഞ്ഞാലിലല്ലാതെ വേറെ ഒന്നിലും. അത് ചെറുതായിരുന്നപ്പോഴും അവളെ ഒന്നിലും ചെയ്യില്ലായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. ഉന്മേഷം എടുക്കാനാണ്. ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ബൈ.